കേന്ദ്രമന്ത്രിസഭാംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച് പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഇന്ന് വൈകിട്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. 30 ക്യാബിനറ്റ് അംഗങ്ങൾ, സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ, 36 കേന്ദ്ര സഹമന്ത്രിമാർ എന്നിവരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ധനകാര്യം, പ്രതിരോധം, ആഭ്യന്തരം, വിദേശകാര്യം എന്നീ സുപ്രധാന വകുപ്പുകൾ BJP നിലനിർത്തും. വിവരങ്ങളുമായി ജിഷ്ണു ഉണ്ട്. ജിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് ചേരും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിനു മുൻപായി തന്നെയും ആരെല്ലാം പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യും, മന്ത്രിസഭയിലെ വകുപ്പുകൾ ഇത്തരത്തിലായിരിക്കും എന്നത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രഖ്യാപനം, വിജ്ഞാപനം പുറത്തിറങ്ങും എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ വളരെ കൃത്യമായി അതിൽ മുൻപോട്ടുള്ള യാത്ര സംബന്ധിച്ച് അല്ലെങ്കിൽ മന്ത്രിസഭയുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്നലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയും 72 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. അതിൽ 30 ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ, 5 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, 36 സഹമന്ത്രിമാർ എന്നിങ്ങനെയാണ് ചുമതലയേറ്റ് അധികാരമെടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട വകുപ്പുകൾ മന്ത്രിസഭാ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരുമ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ നിലനിർത്തും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അത്തരത്തിലൊരു ധാരണയിലേക്കാണ് മുന്നണിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ചർച്ചകൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഈ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ BJP തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിട്ടുള്ളത്. പ്രതിരോധം, ആഭ്യന്തരം, ധനകാര്യം, ഒപ്പം വിദ്യാഭ്യാസം, സാംസ്കാരികം തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ BJP തന്നെ നിലനിർത്തും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. സ്പീക്കർ സ്ഥാനം ഘടകകക്ഷികൾക്ക് വിട്ടു നൽകും. ഒപ്പം തെലുങ്കുദേശം പാർട്ടിക്കും JDU-വിനും ചിരാഗ് പാസ്വാനും ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അവർക്കും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഘടകകക്ഷികൾക്കും തുല്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ, NDA സർക്കാർ അധ്യായം ആരംഭിക്കാൻ തുടങ്ങുന്നത്. ഇന്നലെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടന്നിട്ടുള്ള പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. അതുമൊരു ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. കാരണം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം, ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇത്തരത്തിൽ മൂന്നാം തവണയും ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇതാദ്യമായാണ്. അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയായാണ് ഇന്നലത്തെ സത്യപ്രതിജ്ഞയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കേണ്ടത്. മുൻപോട്ട് വികസിത ഭാരതം എന്നുള്ളതായിരിക്കും പ്രഥമ ലക്ഷ്യം എന്നുള്ളത് പ്രധാനമന്ത്രി തുടർച്ചയായി പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷം രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിലും എല്ലാ മേഖലയിലും ഒരു അച്ചടക്കം കൊണ്ടുവരുന്നതിനും സുശക്തമായി മുൻപോട്ട് നയിക്കുന്നതിനും മോദി സർക്കാരിന് സാധിച്ചു എന്നുള്ള വിലയിരുത്തൽ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാം മോദി സർക്കാരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് സാമ്പത്തികമായി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ മൂന്നാമത്തെ ശക്തിയാവുക, അതോടൊപ്പം ഒരു വികസിത രാജ്യമായി മാറുക എന്ന സ്വപ്നമാണ് ഭാരതം മുൻപോട്ട് വയ്ക്കുന്നത്. അതിനുതകുന്ന പ്രവർത്തനങ്ങളൊപ്പം ദേശീയ നിലപാടിലൂന്നിയുള്ള ശക്തമായ തീരുമാനങ്ങൾ മോദി സർക്കാരിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം കൂട്ടുമന്ത്രിസഭയാണ് എങ്കിൽ പോലും വളരെ കൃത്യമായ മെജോറിറ്റി 240 അംഗങ്ങളുടെ പിന്തുണ BJPക്ക് മാത്രം ഈ മോദി സർക്കാരിലുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ പരിശോധിക്കുമ്പോൾ 2014-ലും 2019-ലും ഒന്നാം മോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലും 272 എന്ന മാന്ത്രിക സംഖ്യ കടന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുൻപ് പരിശോധിക്കുമ്പോൾ ഒന്നാം UPA സർക്കാരാണെങ്കിലും രണ്ടാം UPA സർക്കാരാണെങ്കിലും അതിനു മുൻപുള്ള അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണെങ്കിലും പ്രധാന കക്ഷിക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രധാന കക്ഷിക്ക് ഇത്രയധികം അംഗങ്ങളുടെ പിന്തുണ പോലും ഇല്ലാതിരുന്ന സമയത്തും ഭരണം മുൻപോട്ട് പോയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മൂന്നാം മോദി സർക്കാർ കൂട്ടുമന്ത്രിസഭ എന്ന് വിശേഷിക്കപ്പെടുമ്പോഴും 543-ൽ 243 അംഗങ്ങളുടെ പിന്തുണ BJPക്ക് ഒറ്റയ്ക്കായുണ്ട്. നിലവിൽ NDA കക്ഷിക്ക് NDA അവകാശപ്പെടുന്നത് പ്രകാരം 305 അംഗങ്ങളുടെ പിന്തുണയുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘടകകക്ഷി രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ വിട്ടുപോയാൽ പോലും സർക്കാർ താഴെ വീഴാതെ സുസ്ഥിരമായ സർക്കാരിനെ മുൻപോട്ട് നയിക്കാനുള്ള അംഗസംഖ്യ നിലവിൽ സർക്കാരിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു മണിക്കൂർ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരെല്ലാം കൈകാര്യം ചെയ്യും, എത്തരത്തിലായിരിക്കും മൂന്നാം മോദി മന്ത്രിസഭ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പ്രതിരോധ മന്ത്രാലയം കൈകാര്യം ചെയ്തത് രാജ്നാഥ് സിംഗാണ്. ആഭ്യന്തര മന്ത്രാലയം അമിത്ഷായും, ധനകാര്യ മന്ത്രാലയം നിർമ്മലാ സീതാരാമനും കൈകാര്യം ചെയ്തു. അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നേതാക്കൾ മന്ത്രാലയങ്ങൾ സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നോക്കുന്നുണ്ട്. ഒപ്പം വിദേശകാര്യമന്ത്രിയായി S ജയശങ്കർ തന്നെ തുടരും എന്നുള്ള വിലയിരുത്തൽ
വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. കാരണം കഴിഞ്ഞ ടേമിൽ വളരെ കൃത്യമായി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനം മികച്ചതായി BJPയും ഒപ്പം സർക്കാരും വിലയിരുത്തിയിരുന്നു. ഇത്തവണയും S. ജയശങ്കർ ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യും എന്നാണ് നോക്കിക്കാണുന്നത്. ഒപ്പം വിദ്യാഭ്യാസം, സാംസ്കാരിക വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ അവയെല്ലാം ആരൊക്കെ കൈകാര്യം ചെയ്യും, ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ മന്ത്രാലയങ്ങളിലേക്ക് എത്തും എന്നുള്ളത്, ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ മന്ത്രാലയത്തിലേക്ക് എത്തും. ഒപ്പം കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നലെ അധികാരമേറ്റിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള സുരേഷ് ഗോപിയും ഒപ്പം ആ വിജയത്തിന് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് ജോർജ് കുര്യനും ഇത്തവണ കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. അവർക്ക് 2 പേർക്കും ഏത് വകുപ്പുകളുടെ ചുമതല ലഭിക്കും എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചും ഏറെ നിർണായകമാകും. 2 പേരും സഹമന്ത്രിമാരായിട്ടാണ് ചുമതല ഏറ്റിട്ടുള്ളത്. അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിട്ടുള്ളത്. അവരുടെ വകുപ്പുകൾ ഏതായിരിക്കും, ഏത് വകുപ്പുകളായിരിക്കും അവരുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചും ഏറെ നിർണായകമാകും. ലക്ഷ്മി.